പ്രിയ സുഹൃത്തുക്കളെ, പുതിയ കഥ അവതരിപ്പിക്കട്ടെ. കഥയുടെ പേര് ഉണ്ണിമൂത്രം മാത്രം സത്യം. പ്ലാറ്റ്ഫോം നിറയെ യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തിരക്കുകൾക്കുള്ളിൽ നിന്ന് ഉയരുന്ന ആരവം പുറത്തെ മെയിൻ റോഡ് വരെ കേൾക്കാനാവുന്നുണ്ട്. ചിലപ്പോൾ തോന്നാറുണ്ട്, എങ്ങോട്ടാണ് ഇക്കൂട്ടർ നിർത്താതെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചാവി കൊടുത്ത് ഓടിക്കുന്ന ടോയ് കാറുകളെപ്പോലെ തട്ടിയും മുട്ടിയും വെപ്രാളത്തോടെ. ചിലർ ശാന്തരായിട്ടാണ് എങ്കിൽ മറ്റു ചിലർ ആരോടൊക്കെയോ വാശി തീർക്കുവാൻ എന്നോണമാണ് ഓടി നടക്കുന്നത്. ഇനി വേറെ ചിലരാകട്ടെ മത്സരത്തിലെന്ന പോലെ. തമാശ അതല്ല. ഇവരിൽ ഓരോരുത്തരും മറ്റുള്ളവരെ നോക്കി ഇത്തരത്തിൽ ചിന്തിക്കുന്നുണ്ടാവും. താനും അവരിലൊരാളെന്ന് മാത്രം. ഇന്ന് ലേറ്റാ, ഓടണ്ട. ബുക്ക് സ്റ്റാൾ നടത്തുന്ന അസീസാണ്. എന്നും ലേറ്റ് ആയിട്ടാണല്ലോ. ഞാനൊരു മാതൃഭൂമി ദിനപത്രം എടുത്ത് പോക്കറ്റിൽ ചില്ലറ തപ്പി. അതിപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ട്രെയിനുകളും ട്രാക്കുകളൊക്കെ ആവുമ്പോൾ എന്താ ഇപ്പോൾ പറയേണ്ടത്? ഇപ്പോഴും ഉപയോഗിക്കുവാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് ആശ്വസിക്കാം, അത്ര തന്നെ. അസീസിനോട് യാത്ര പറഞ്ഞ് പ്ലാറ്റ്ഫോമിൻ്റെ അറ്റത്തേക്ക് നടന്നു. ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ അവിടെ ആയിരിക്കുമല്ലോ വരിക. ഒട്ടും ദയയില്ലാതെ റീലുകളാലും ചാനൽ സംഭാഷണങ്ങളാലും കോമഡി സീനുകളാലും ആളുകളെക്കാൾ ഉച്ചത്തിൽ ബഹളം വയ്ക്കുന്നു പലരുടെയും കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ. ട്രെയിൻ വരുന്നുണ്ടോ എന്ന് ഫോണുകളിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് തലയുയർത്തി നോക്കുന്ന യാത്രക്കാർ. ശബ്ദം കൂടിയും കുറഞ്ഞും താളത്തിൽ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, പിന്നെയും മുഴക്കിക്കൊണ്ടിരിക്കുന്ന അനൗൺസ്മെൻറ്റുകൾ. ഇവയ്ക്കെല്ലാം ഇടയിലൂടെ ഒരു അഭ്യാസിയുടെ മേയ്വഴക്കത്തോടെ ഞാനും. രാവിലെ സമയം 9 എന്നിട്ടും പുഴുകുന്ന ചൂട്. ബാഗിൽ നിന്നും നടത്തത്തിനിടയിൽ വെള്ളം എടുത്തു കുടിച്ചു. ഈ ഷൊർണൂർ വിട്ടാൽ 2 സ്റ്റോപ്പുകളേയുള്ളൂ, ഒറ്റപ്പാലത്തും പാലക്കാടും. പെട്ടെന്നെത്തുന്ന ട്രെയിൻ ആയതിനാൽ തന്നെ എന്നും ഇതിൽ തിരക്കുണ്ടാവാറുമുണ്ട്. ഡോ വേഗം വാ, വണ്ടി അതാ വരുന്നു. വർഗീസാണ്. നല്ല ഉയരവും ശബ്ദവുമുള്ള വ്യക്തി. അതിനാൽ തന്നെ ഒരുപാട് തലകൾക്കും ഉയരത്തിൽ ആളെ കണ്ടു. വണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഇളക്കവും വെപ്രാളവും യാത്രക്കാരിൽ. നിർത്താതെ ഹോറൻ മുഴക്കുന്നുണ്ട് എഞ്ചിൻ ഡ്രൈവർ. മത്സരബുദ്ധിയോടെ ഓടിക്കയറുവാൻ വെമ്പൽ കൊള്ളുന്ന പുരുഷാരത്തെ വകഞ്ഞു മാറ്റി മുന്നോട്ട് നീങ്ങാൻ വേറെ എന്താ മാർഗം? ബാക്കി 3 സുഹൃത്തുക്കളുമുണ്ട് വർഗീസിനൊപ്പം. സദാനന്ദൻ, വിശ്വൻ, പിന്നെ രാജേഷ്. ഞങ്ങൾ 5 പേരും മിക്കവാറും ഒന്നിച്ച് ഒരു ടീമായാണ് ട്രെയിൻ കയറാറ്. രാജേഷും വിശ്വനും പാലക്കാട് ഇറങ്ങും. ബാക്കി ഞങ്ങൾ 3 പേർ കോയമ്പത്തൂരിലും. ഇനി വണ്ടിയിൽ കയറിപ്പറ്റാനാണ് അംഗം. ഇറങ്ങുന്നവർക്കിടം കൊടുക്കാതെ തള്ളിക്കയറാൻ ശ്രമിക്കുന്നു ആളുകൾ. ആകെ ഉന്തും തള്ളും. ഞാൻ കയറാതെ വണ്ടി പോകാൻ അനുവദിക്കില്ല എന്ന മട്ടിൽ പിടിക്കാനുള്ള കമ്പിയിൽ പിടുത്തമിട്ടു. കേറടാ കേറ്, പുറകുവശത്തു നിന്നും തള്ളിക്കൊണ്ട് വർഗീസ്. ആളിറങ്ങട്ടെന്നേ ഞാൻ പറഞ്ഞു. ഒന്ന് വേഗം ഇറങ്ങാൻ ശ്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ചു. ഞങ്ങൾ ഇറങ്ങാതെ നിങ്ങൾ കയറണത് എനിക്കൊന്ന് കാണണം, ആരോ ആക്രോശിക്കുന്നു. ബലപരീക്ഷണത്തിനിടയിലും ഞാൻ തലയുയർത്തി നോക്കി. അജാനബാഹുവായൊരു മനുഷ്യൻ, കഴുത്തിനു ചുറ്റും ഒരു തോർത്ത് മുണ്ടും മടക്കി കുത്തി വെല്ലുവിളി ഭാവത്തോടെ. എന്നാലേ ഇയാൾ ഇറങ്ങുന്നുണ്ടോ എന്ന് ഞങ്ങളൊന്ന് കാണട്ടെ, ആഞ്ഞു തള്ളിക്കൊണ്ട് വർഗീസ്. ഇത് ഇങ്ങനെയായാൽ ആളിറങ്ങുകയും ഉണ്ടാവില്ല, ഞങ്ങൾ കയറലും ഉണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പായി. വണ്ടി വിടാൻ പോകുന്നു എന്ന് അനൗൺസ്മെൻറ്റ് ഉയർന്നു കഴിഞ്ഞു. പിന്നിലുള്ള വർഗീസിനെ അല്പം പുറകോട്ട് തള്ളി മാറ്റി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് ഇറങ്ങ്, മത്സരിക്കുവാനുള്ള സാഹചര്യമല്ല കേട്ടത്, പ്ലീസ് ഞങ്ങളൊന്ന് കയറിക്കോട്ടെ. ദയവ് തോന്നിയിട്ടാവണം, അല്പം പ്രയാസപ്പെട്ടിട്ടായാലും അയാൾ ഇറങ്ങി. അതോടെ തടസ്സം നീങ്ങി. പിന്നെ കയറുന്നവരുടെ മത്സരമായി കയറിപ്പറ്റി സീറ്റ് ഒപ്പിക്കുവാൻ. ഇതിനകം വിശ്വനും രാജേഷും തിരക്കിനിടയിലൂടെ കയറിപ്പോയി. ആശ്വാസമായി. ഞങ്ങളിൽ ആരെങ്കിലും 1-2 പേർ കയറിപ്പറ്റിയാൽ എല്ലാവർക്കുമുള്ള സീറ്റുകൾ പിടിച്ചു വെച്ചുകൊള്ളും. ബാഗുകളും ന്യൂസ് പേപ്പറും മറ്റും വെച്ച് ബാക്കി 3 പേർക്കുമുള്ള സീറ്റുകൾ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ
വിൻഡോ സീറ്റിൽ അമർന്നു. അടുത്തായി വർഗീസ്, വിശ്വൻ, പിന്നെ അറ്റത്ത് സദാനന്ദൻ. എതിർവശത്തുള്ള വിൻഡോ സീറ്റിൽ രാജേഷും. വണ്ടി നീങ്ങിത്തുടങ്ങി. ഇന്ന് ഇത്തിരി ലേറ്റാണ്. പാലക്കാടും കടന്ന് കോയമ്പത്തൂർ എത്തുമ്പോഴേക്കും ഇനിയും വൈകുമാവോ? സാധാരണ അതാണ് സംഭവിക്കാറുള്ളത്. ഒന്നിച്ചാണ് യാത്ര എന്നതിനാൽ ദിവസവുമുള്ള ഈ യാത്ര വിരസമാകാറില്ല. പലപ്പോഴും ഇറങ്ങേണ്ട സ്റ്റേഷനുകൾ എത്തുന്നത് പോലും അറിയാറില്ല. അതെങ്ങനെയാ? നാട്ടിലെ തങ്ങളാൽ എടുത്താൽ പൊങ്ങാത്ത എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. ട്രംപിൻ്റെ നികുതി നയം, റഷ്യ ഉക്രൈൻ യുദ്ധം, പുതിയ ബജറ്റിലെ തെറ്റായ പരിഷ്കാരങ്ങൾ, വെടിക്കെട്ടപകടം, എന്തിനാണ് ഉത്സവങ്ങൾക്ക് ആന എഴുന്നള്ളിപ്പുകൾ, മന്ത്രിമാരെക്കാൾ വലിയ കള്ളന്മാർ ഉണ്ടാകുമോ, വോട്ട് ചെയ്യുന്ന പൊതുജനമല്ലേ കഴുതകൾ എന്നിങ്ങനെ പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും. ഒരു ഗുണവുമില്ലാത്ത സംസാരമാണ് ഇതൊക്കെയെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും സാധാരണയായി വളരെ ബോറൻ ആകുന്ന ഇത്തരം യാത്രകൾ രസകരമാക്കുന്നത് ഇത്തരം വാഗ്വാദങ്ങൾ തന്നെ. പുറത്ത് ചെറുതായി മഴ ചാറുന്നുണ്ട്. നല്ല പുഴുകൽ. എത്ര മഴ പെയ്താലും കാലാവസ്ഥ ഇതുതന്നെ. ഇന്നൊരു സംഭവം ഉണ്ടായി. വിശ്വൻ തുടക്കം വിട്ടു. ഞങ്ങൾ അയാൾക്ക് നേരെ തിരിഞ്ഞു. പെണ്ണുമ്പിള്ള കാലത്ത് തന്നെ ഉടക്കി. അയ്യോ, അതെന്ത് പറ്റി? രാജേഷ് ചോദിച്ചു. വീട്ടിലെ ചിലവുകൾ കുറയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതിനാ? അതെന്താ, പുള്ളിക്കാരി സമ്മതിച്ചില്ലേ? നല്ല കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? കുറയ്ക്കണമെന്ന് അവൾ മീറ്റു. പിന്നെന്താടോ? വർഗീസ് അത്ഭുതപ്പെട്ടു. അപ്പോൾ പിന്നെ വഴക്കെന്തിന്? ഞാനും ചോദിച്ചു. ഭക്ഷണ ചെലവുകൾ കുറയ്ക്കാൻ ഏറ്റവും എളുപ്പവഴി വീട്ടിൽ പാചകം ചെയ്യുന്നത് നിർത്തുന്നതാണെന്നും സ്വിഗ്ഗിയോ സൊമാറ്റോ വഴി വരുത്തി കഴിക്കുന്നതാണെന്നുമാണ് ഭാര്യയുടെ പുതിയ ആശയം. എങ്ങനെയുണ്ട്? അടിപൊളി. പിടിച്ചതിന് വലുത് പൊത്തിൽ. വർഗീസ് ചിരിച്ചു. ശരിയല്ലേ? ഡബിൾ പൈസ കൊടുത്ത് വാങ്ങിക്കഴിക്കുമ്പോൾ പണി ചെയ്യേണ്ട, ഗ്യാസ് ലാഭം, പച്ചക്കറി വാങ്ങണ്ട. കൊള്ളാം, നിൻ്റെ ആളിൻ്റെ ഐഡിയ. രാജേഷൻ ചിരിച്ചു. ഡേ ശവത്തിൽ കുത്താതെ ഡേ. വിശ്വം നിരാശയിലാണ്. പ്രശ്നം അതല്ല, അയാൾ തുടർന്നു. ഇന്ന് കാലത്താണ് ഈ വിഷയം സംസാരിച്ചു തുടങ്ങിയത്. അവൾ അപ്പോൾ തന്നെ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തു. ഇന്നൊരു പുല്ലും രാവിലെ ഉണ്ടാക്കിയില്ല. ആഹാ, അപ്പോൾ പട്ടിണിയാണെന്ന് ചുരുക്കം. അസലായി. വർഗീസ് എന്നെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു. പാലക്കാട് ഇറങ്ങി എന്തെങ്കിലും കഴിച്ചിട്ട് ഓഫീസിൽ പോയാൽ മതിട്ടാ. രാജേഷ് വിശ്വനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബാഗ് തുറന്ന് ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് പുറത്തെടുത്തു. എന്നിട്ട് അയാൾക്ക് നേരെ നീട്ടി. തൽക്കാലം ഇത് കഴിക്കേ. വേണ്ട, അത്ര വിശപ്പൊന്നുമില്ല. ഡോ, താൻ കളിക്കാതെ കഴിക്കുന്നുണ്ടോ? വർഗീസിന് ദേഷ്യം വന്നു. വിശ്വൻ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു തുടങ്ങി. എന്നിട്ട് ആത്മകഥം പോലെ പറഞ്ഞു. മുമ്പൊക്കെ സീരിയലുകൾ കണ്ടിരുന്ന് സമയം കളഞ്ഞാണ് വീട്ടിലെ സ്ത്രീകൾ പണി മുടക്കിയിരുന്നത് എങ്കിൽ ഇപ്പോൾ ഈ ആപ്പുകൾ തന്നെയാണ് അതിനു കാരണം. സീരിയൽ കഴിഞ്ഞിട്ടായാലും എന്തെങ്കിലുമൊക്കെ മുമ്പ് ഉണ്ടാക്കി തരുമായിരുന്നു. സ്വിഗ്ഗിയും സൊമാറ്റോയും അവർക്ക് സൗകര്യങ്ങളുണ്ടാക്കി കൊടുത്തു. പണം നമ്മൾ കെട്ടിയമാർ മുടക്കുകയും വേണം. രാജേഷിന് അമർഷം അടക്കാനായില്ല. പിന്നെ അല്പനേരം ആരും ഒന്നും ശബ്ദിച്ചില്ല. ചിന്തകളിൽ മുഴുകിയിരിപ്പായി. എന്തായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നതോർത്ത് എനിക്കും ചിരി വന്നു. വിശ്വൻ്റെ ഭാര്യയുടെ ശൈലി തങ്ങളുടെ ഭാര്യമാരും തുടങ്ങിയാലോ എന്നത് തന്നെ. അല്ലൻ്റെ സുഹൃത്തുക്കളെ, ഒരു അശരീരി എല്ലാവരെയും ചിന്തകളിൽ നിന്ന് ഉണർത്തി. ആരാത് എന്നോർത്ത് നാലു പുറവും നോക്കി. അശരീരിയല്ല. സൈഡ് സീറ്റിലിരുന്ന ഒരാൾ ഞങ്ങളെ നോക്കി പറയുന്നുണ്ട്. നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാ? ഞങ്ങളോടാണോ? വർഗീസ് ചോദിച്ചു. അതെ, നിങ്ങളോട് തന്നെയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അയാളുടെ ഭാര്യയെ കുറ്റം പറയുന്നത് കേട്ടല്ലോ. അവർ പറഞ്ഞത് ശരിയല്ലേ? 3 നേരം ഭക്ഷണം പാകം ചെയ്ത് തീന്മേശയ്ക്ക് പുറത്തെത്തിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കല്ലേ അറിയൂ, നിങ്ങൾക്കറിയില്ലല്ലോ. തിന്ന് കയറ്റിയിട്ട് പിന്നെ ആമ്പക്കവും വിട്ട് കുറ്റം പറയുകയാണ് നിങ്ങളുടെയൊക്കെ പരിപാടി. പുറത്തു നിന്നും വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്? പോയി വാങ്ങുകയും വേണ്ട. ആപ്പുകളിൽ ഓർഡർ കൊടുത്താൽ വീട്ടിലെത്തും സാധനം. നിങ്ങൾ കെട്ടിയന്മാർ ഈ ടൈപ്പ് മൂരാച്ചി സ്വഭാവം പ്രകടിപ്പിക്കുന്നത് ശരിയല്ല. ശരിയാണ് താങ്കൾ പറയുന്ന സുഹൃത്തെ. താൻ തുടങ്ങി വെച്ചത് താൻ തന്നെ അവസാനിപ്പിക്കാമെന്ന് ഓർത്തിട്ടാവണം. വിശ്വൻ ഇടപെട്ടു. നല്ല ചിലവുള്ള കാര്യമാണത്. വീട്ടിലുണ്ടാക്കുമ്പോഴുണ്ടാകുന്ന ചിലവുകളേക്കാൾ എത്രയോ കൂടുതൽ. പിന്നെ മറ്റൊരു കാര്യം,
പിന്നെ ഈ ജോലി ചെയ്യാതെ ഹൗസ് വൈഫായി ഇരിക്കുന്ന ഭാര്യമാർക്ക് എന്താണ് പണി? തൂത്തുവാരുവാനും നിലം തുടയ്ക്കുവാനും റോബോട്ട്, അലക്കുവാൻ വാഷിംഗ് മെഷീൻ. അല്ല അത് പോട്ടെ, ഈയിടത് എന്തോർത്തിട്ടാണ് ഈ പറയുന്നത്? വർഗീസ് ആ അപരിചിതനോട് കയർത്തു. ഞങ്ങൾ ബാക്കി മൂവരും അന്തം വിട്ടിരിപ്പാണ്. മറ്റേയാൾ പക്ഷെ വിടാനുള്ള ഭാവത്തിലായിരുന്നില്ല. ശാസനകൾ പതിയെ ഉപദേശങ്ങൾക്ക് വഴിമാറി. സ്ത്രീകളുടെ സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ചും ആണുങ്ങളുടെ ആവശ്യത്തിലധികമുള്ള ഭരിക്കുന്ന സമ്പ്രദായങ്ങളെക്കുറിച്ചും ഭാര്യാഭർത്താക്കന്മാർ എങ്ങനെയാണ് ഒരുമയോടെ കഴിഞ്ഞു പോകേണ്ടതെന്നും ഒരൊറ്റ ശാസ്ത്രത്തിൽ അയാൾ വിവരിച്ചു. എൻ്റെ പൊന്നു സുഹൃത്തെ, വിശ്വൻ പറഞ്ഞു, എൻ്റെ ഭാര്യ പറഞ്ഞതിനോടാണ് എനിക്ക് എതിർപ്പ്. പറയാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായും അവർക്കുണ്ട്. പുറത്തുനിന്നും ദിവസവും വാങ്ങിക്കഴിച്ചാൽ ചിലവ് കൂടും, വയറുനാശാവും, പിന്നെ ആശുപത്രി ചിലവും വഹിക്കേണ്ടി വരും, വേണ്ടേ? ഓഹോ, അപ്പം നിങ്ങൾക്ക് ചിലവാണ് പ്രശ്നമല്ലേ? ഭാര്യയുടെ വീക്ഷണങ്ങൾക്ക് ഒരു പ്രാധാന്യം തോന്നുന്നില്ല. കൊള്ളാം. വിശ്വൻ നാലുപുറവും ഒന്ന് നോക്കി, പിന്നെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഇയാളോട് എന്തിനു തർക്കിക്കണമെന്ന് തോന്നിക്കാണും. സാറേ, രാജേഷ് ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ഭാഗ്യവതിയാണ് കേട്ടോ. അവരെ മനസ്സിലാക്കുന്ന ഭർത്താവാണ് നിങ്ങൾ. അവരുടെ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. എൻ്റെ കാര്യമാണോ? അയാൾ ചോദിച്ചു. അതെ. അനിയ, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എല്ലാവരും ഏതാനും നിമിഷം നിശബ്ദരായിപ്പോയി. എന്നിട്ടാണോ ഇയാൾ? വർഗീസ് പെട്ടെന്ന് എഴുന്നേറ്റ് അയാൾക്കരികിലേക്ക് നീങ്ങി. പൊതുവെ ചൂടനായ അയാൾ ആ ഉപദേശിക്ക് രണ്ടെണ്ണം പൊട്ടിക്കുമോ എന്ന് പോലും ഞാൻ ഭയന്നു. ഒന്നും ഉണ്ടായില്ല. അയാളുടെ ചെവിയിൽ വർഗീസ് എന്തോ മന്ത്രിച്ചു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തിരിച്ചു വന്നിരുന്നു. ഉപദേശിയുടെ ഇരുണ്ട മുഖം ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു. എടോ, താൻ ആ ചങ്ങാതിയോട് എന്താ പറഞ്ഞത്? ഞാൻ ചോദിച്ചു. ഒന്നുമില്ല. ഇനി വായ തുറന്നാൽ ചുരുളിയിലെ അസൽ ഡയലോഗുകൾ കേൾപ്പിക്കുമെന്ന് ഒരു വാണിംഗ് കൊടുത്തു, അത്ര തന്നെ. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. പുറത്ത് മഴയുടെ ശക്തി കൂടി. ഭാരതപ്പുഴ നിറഞ്ഞൊഴുകുന്നു. ഒറ്റപ്പാലം അടുക്കാറായി എന്ന് തോന്നുന്നു. ഏതാണ്ട് നിറഞ്ഞു കവിഞ്ഞ ട്രെയിനിൽ ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ട്. ഇനി ഒറ്റപ്പാലത്തെത്തുമ്പോൾ അത് കൂടുതലാകും. ഇപ്പോൾ തന്നെ 3 പേർക്ക് ഇരിക്കാനുള്ള സീറ്റിൽ 4 പേർ വീതം ഇരിപ്പുണ്ട്. രാജേഷിൻ്റെ ഇപ്പുറത്തായി 2 മധ്യവയസ്കരും ഒരു സ്ത്രീയും. കുറേ പേർ നിന്നും യാത്ര ചെയ്യുന്നുണ്ട്. ഇനിയും ആളുകൾ കയറിയാൽ എന്താവും സ്ഥിതി? വണ്ടി ഒറ്റപ്പാലത്തെത്തി. വാതിലുകളിൽ നിന്നും ഒച്ചപ്പാടും ബഹളവും വീണ്ടും നീങ്ങിത്തുടങ്ങി. തിരക്ക് ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുന്നു. ചേട്ടാ, എക്സ്ക്യൂസ് മീ. ഒരു കിളിനാദം. ഒരു യുവതിയാണ്. ആവശ്യത്തിലധികം മേക്കപ്പ്, ജീൻസും ടീഷർട്ടും വേഷം. ഒരു കയ്യിൽ ഐഫോൺ, മറ്റേ കയ്യിലാകട്ടെ ഒരു തടിച്ച പുസ്തകവും. ചേട്ടാ, യുവതി സദാനന്ദനോടാണ്. അല്പം അഡ്ജസ്റ്റ് ചെയ്യാമോ? 4 പേർ തിക്കിത്തിരക്കിയിരിക്കുന്നു. ഈ സീറ്റിൽ ഇനിയൊരാളെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാ? വർഗീസാണ് മറുപടി കൊടുത്തത്. സദാനന്ദന് പക്ഷേ വർഗീസിൻ്റെ ഈ നിലപാട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അത് അയാളുടെ മുഖത്ത് വ്യക്തവുമാണ്. കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പമായ പുള്ളിക്ക് ആ സുന്ദരിയെ അടുത്തിരുത്തുവാൻ താല്പര്യമാണ് എന്ന് മനസ്സിലായി. സദാനന്ദൻ ആ പെണ്ണിനെ മടിയിൽ പിടിച്ചിരുത്തും തോന്നൂട്ടോ. ഒലിപ്പീരിൻ്റെ ഉസ്താദാ, വർഗീസ് എന്നോട് സ്വകാര്യം പറഞ്ഞു. ആ കുട്ടിക്ക് പഠിക്കുവാനാണെന്ന് തോന്നുന്നു. പാവം, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം. സദാനന്ദൻ ബാക്കിയുള്ളവരെ ചെറുതായി തള്ളി നീക്കുവാൻ ആരംഭിച്ചു. അയാൾക്ക് ഇപ്പുറമുണ്ടായിരുന്ന വിശ്വൻ ദയനീയമായി ഞങ്ങളെ നോക്കുന്നുണ്ട്. എതിർവശത്തുള്ള രാജേഷാകട്ടെ ഈ തമാശ കണ്ട് ആസ്വദിക്കുകയാണ്. കുട്ടി, കുറച്ച് മുമ്പിൽ പോയി നോക്കൂ, സീറ്റ് കാണും. ഇല്ലെങ്കിൽ ലേഡീസ് കോച്ചിൽ കയറാമായിരുന്നല്ലോ, വർഗീസ് ചോദിച്ചു. ആ കുട്ടിക്ക് മറുപടി നൽകുവാൻ സദാനന്ദൻ സമയം നൽകിയില്ല. എന്താ വർഗീസേ, ഈ തിരക്കിൽ എവിടെ സീറ്റ് കിട്ടാനാ? അയാൾ അനുകമ്പയോടെ യുവതിയെ നോക്കി. വേറെ നിവൃത്തിയില്ല. ഞാൻ വിൻഡോ സീറ്റിൽ അല്പം മുന്നോട്ടാഞ്ഞിരുന്നു. വർഗീസ് പുറകോട്ട്, വിശ്വൻ മുന്നോട്ട്, സദാനന്ദൻ പുറകോട്ട്. ഇപ്പോൾ സീറ്റിൻ്റെ അറ്റത്തായി അല്പം സ്ഥലം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇരുന്നോളൂ. സദാനന്ദൻ ഒരു കാമുകൻ്റെ ചേഷ്ടകളോടെ യുവതിയെ ക്ഷണിച്ചു. താങ്ക്സ് ടോ. യുവതിയുടെ വശ്യമനോഹരതയിൽ സദാനന്ദൻ ഞങ്ങളെ വിട്ടിരിക്കുന്നു. ചേട്ടാ, ഇങ്ങോട്ട് വരൂ. യുവതി തിരക്കുകൾക്കുള്ളിൽ എവിടെയോ ആരെയോ നോക്കി നീട്ടി വിളിച്ചു. ഞെങ്ങി ഞെരുങ്ങി കയ്യിൽ ഒരു ബാഗും മറുകയിൽ ഒരു കുഞ്ഞുമായി ഒരു ചെറുപ്പക്കാരൻ പ്രത്യക്ഷപ്പെട്ടു. സദാനന്ദനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നന്ദിയോടെ. അടുത്ത നിമിഷം അയാൾ ആ ഒഴിഞ്ഞ ഭാഗത്ത് അമർന്നിരുന്നു.
അയാൾ ഇരുന്നതിൻ്റെ ആഘാതം ഇങ്ങേയറ്റത്തുള്ള ഞാനും അറിഞ്ഞു. സദാനന്ദൻ്റെ മുഖം മാടി. പിന്നെയാണ് തമാശ. സീറ്റിൽ അമർന്നിരുന്നതിന് ശേഷം ആ ചെറുപ്പക്കാരൻ ബാഗ് നിലത്ത് വെച്ചു. കുഞ്ഞിനെ മടിയിൽ ശരിയായി ഇരുത്തി. പിന്നെ ബാഗ് പൊക്കിയെടുത്ത് സദാനന്ദൻ്റെ മടിയിൽ വെച്ചു. ചേട്ടാ, ഒന്ന് സഹകരിക്കണം കേട്ടോ. കുഞ്ഞിന് അല്പം പാലുണ്ടാക്കി കൊടുക്കാനാ. ഓ, അതിനെന്താ? നല്ല ജാള്യതയുണ്ടെങ്കിലും അതിലും സദാനന്ദനെ അലട്ടിയത് ഞങ്ങൾ 4 പേർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാവും. ചേട്ടന് ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ? കിളിമൊഴി വീണ്ടും. ഇല്ല. സദാനന്ദൻ്റെ ശബ്ദത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇടി വഞ്ചകി എന്നായിരിക്കും മനസ്സിൽ. പാവം, എന്തെല്ലാം മോഹിച്ചു കാണും. ഞങ്ങൾക്ക് ചിരി വരുന്നുണ്ട്. സദാനന്ദൻ്റെ വിളറിയ മുഖവും ബാഗ് താങ്ങിയുള്ള ആ ഇരിപ്പും കാണുമ്പോൾ ഇടയ്ക്കിടെ ഞങ്ങളെ പാളി നോക്കുന്ന അയാളുടെ മുഖത്ത് നോക്കി ചിരിക്കുവാനും വയ്യ. വണ്ടി പാലക്കാട് സ്റ്റേഷനോടെടുക്കുകയാണ്. പിശ്വനും രാജേഷും പാലക്കാട് ഇറങ്ങുമ്പോൾ അവിടെ ആ പെണ്ണിനും ഭർത്താവിനും ഇരിക്കാം. പാൽ കുടിച്ചു കഴിഞ്ഞ് കുട്ടി ഉറക്കം തുടങ്ങി. അച്ഛൻ മൊബൈൽ ഫോണിലാണ്. അമ്മ നിന്നുകൊണ്ട് പുസ്തക വായനയിലും. ബാഗ് താങ്ങി വിഷണനായി ഇരിക്കുന്ന സദാനന്ദൻ്റെ മടിയിലാണ് കുഞ്ഞിൻ്റെ പകുതി ശരീരവും. സദാനന്ദന് 8ൻ്റെ പണി തന്നെ കിട്ടിയേട്ടാ, വർഗീസ് പറഞ്ഞു, ഞങ്ങൾ 3 പേർ മാത്രം കേൾക്കുന്ന സ്വരത്തിൽ. ഇറങ്ങുവാൻ തയ്യാറായി ബിച്ചനും രാജേഷും എഴുന്നേറ്റതും എവിടെ നിന്നെന്നറിയില്ല 2 വയോധികർ ചാടിയെത്തി ഒഴിഞ്ഞ 2 സീറ്റുകളും കരസ്ഥമാക്കി. ട്രെയിനിൻ്റെയാണോ അതോ സദാനന്ദൻ്റെ പല്ലുകടിയുടെയാണോ കടകട ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേൾക്കാനാവുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് ചിരി അടക്കാനായില്ല. വർഗീസാണ് ആദ്യം ചിരിച്ചു തുടങ്ങിയത്. അതും നല്ല ഉറക്കെ തന്നെ. നിമിഷങ്ങൾക്കകം അത് ഞങ്ങളിലേക്കും പടർന്നു. സദാനന്ദൻ ഞങ്ങളെ കടിച്ചു കീറുവാനുള്ള ദേഷ്യത്തിൽ നോക്കി. വണ്ടി പ്ലാറ്റ്ഫോമിൽ നിന്നു. അപ്പോൾ ശരി സദാനന്ദ, ഹാപ്പി ജേണി, രാജേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ വിഷനോടൊപ്പം ഇറങ്ങുന്നവരുടെ തിരക്കിലലിഞ്ഞു. സാധാരണ ഇത്തരം യാത്രകളിൽ സംസാരം നിർത്താത്ത സദാനന്ദൻ ഇപ്പോൾ പരിപൂർണ നിശബ്ദനാണ്. വണ്ടി വീണ്ടും നീങ്ങിത്തുടങ്ങി. ഇനി 1 മണിക്കൂർ കൂടിയാവും കോയമ്പത്തൂർ എത്തുവാൻ. തിരക്ക് വീണ്ടും കൂടിയിരിക്കുന്നു. പാലക്കാട് കുറേയേറെ പേർ ഇറങ്ങിയെങ്കിലും അതിലധികം കയറുകയും ചെയ്തു. പുറത്ത് മഴ തുടരുന്നുണ്ട്. ചൂട് പക്ഷേ നന്നായി അനുഭവപ്പെടുന്നുണ്ട്. ചേട്ടൻ്റെ കയ്യിലെന്താ ഒരു ചരട്? ആ കുഞ്ഞിൻ്റെ അച്ഛൻ സദാനന്ദനോടാണ്. എന്താ? ദേഷ്യത്തിലായിരുന്നു സദാനന്ദൻ. അല്ല, ഈ ചരടെന്താ സംഭവം എന്ന് ചോദിച്ചതാണ്. ഇത് ജപിച്ച് കിട്ടിയതാണ്. എന്തിന്? അത് സദാനന്ദന് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തിനെന്ന് വെച്ചാൽ സംസാരിക്കുവാൻ തീരെ താല്പര്യമില്ല സദാനന്ദന് എന്ന് വ്യക്തം. യുവതി വായന നിർത്തി ഇരുവരുടെയും സംസാരം ശ്രദ്ധിക്കുന്നുണ്ട്. പറയേ, എന്തിനേ ചരട്? എന്താ ഉപയോഗം? അയാൾ സദാനന്ദനെ വിടാൻ ഭാവമില്ല എന്ന് തോന്നുന്നു. ഈ ചോദിക്കുന്നതിൽ കാര്യമുണ്ട്, ഞാൻ പറയാം. ആദ്യം ചേട്ടൻ പറ. സദാനന്ദൻ പെട്ടുട്ടോ, പാവം. വർഗീസ് ചിരി അടക്കി പിടിച്ച് എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് കിട്ടിയതാണ്. എന്ത് പൂജ? നിങ്ങൾ ഹിന്ദു അല്ലേ? ആണ്. അപ്പോൾ ഈ ജപിച്ച ചരട് എന്തിനാണ് കെട്ടുന്നതെന്നറിയാലോ? അതറിയാം. എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യതയ്ക്ക്, അല്ലാണതെന്താ? പിന്നെ ഈ സംശയം എന്തിനാ? സദാനന്ദന് മടുത്തു തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ചേട്ടാ, ഇതിലൊക്കെ വല്ല യുക്തിയുമുണ്ടോ? മനസ്സിലായില്ല. പൂജാരികൾ നിങ്ങളെപ്പോലുള്ളവരെ പറ്റിച്ച് പണമുണ്ടാക്കാനുള്ള ഓരോ ഏർപ്പാടല്ല ഇതൊക്കെ. അത് തെറ്റാണ്. നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ്. ഈ ആരാധനാലയങ്ങളും അനുഷ്ഠാനങ്ങളും ജനനന്മകൾക്കായിട്ടുള്ളതാണ്. ഒക്കെ വെറുതെയാ. നിങ്ങളെപ്പോലുള്ളവരുടെ അന്ധവിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നു അവർ, അത്രയേ ഉള്ളൂ. അതെ, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വിശ്വസിക്കേണ്ട. സദാനന്ദൻ്റെ ശബ്ദം കെടുത്തു. സദാനന്ദൻ അയാളെ തല്ലുന്നു തോന്നൂട്ടോ, വർഗീസ് ഞങ്ങളോട് പിറുപിറുത്തു. വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നതിലല്ല, യുക്തിയാണ് വിഷയം. അതിന് മറുപടി കൊടുക്കാതെ സദാനന്ദൻ എനിക്ക് നേരെ തിരിഞ്ഞു. എവിടെ എത്തി? ഒന്ന് ഇറങ്ങിക്കിട്ടിയാൽ മതി എന്നായിട്ടുണ്ടാവും പുള്ളിക്ക്. 8 മട കഴിഞ്ഞു. സ്ഥലവിവരം പറഞ്ഞു കൊടുത്തത് വർഗീസാണ്. ഈ പൂജകൾ, വഴിപാടുകൾ, ഇതൊക്കെ ശുദ്ധ തട്ടിപ്പുകളാണ്. അയാൾ ഇനിയും വിഷയം വിട്ടിട്ടില്ല. എത്ര ആളുകളെയാണ് ഭക്തിയുടെ പേരും പറഞ്ഞ് അവർ പറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. കഷ്ടം. കൊല്ലം 2025 എന്നിട്ടും സുഹൃത്തേ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതുപോട്ടെ, നിങ്ങളെങ്ങോട്ടാ? വിഷയം മാറ്റാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു സദാനന്ദൻ. ഞങ്ങൾ പഴനിമല ക്ഷേത്രത്തിലേക്ക്, കുഞ്ഞിന് ചോറ് കൊടുക്കുവാൻ. ഓഹോ,
അല്പം ആഹ്ലാദത്തോടെ സദാനന്ദൻ. അപ്പോൾ ഇത് അന്ധവിശ്വാസമല്ലേ ചേട്ടാ? യുവതി ഇടയിൽ കയറി വിളിച്ചു. ഒന്ന് വിടൂ ആ വിഷയം, വെറുതെ. നീ മിണ്ടാതിരി. കേട്ടോ ചേട്ടാ, ഉള്ളത് പറയാമല്ലോ, ഇത് ഇവളുടെ അന്ധവിശ്വാസം മാത്രമാണ്. എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഇവൾക്ക് പഴനിമലയിൽ തന്നെ കുഞ്ഞിന് ചോറ് കൊടുക്കണമെന്ന് എത്ര പറഞ്ഞാലും തലയിൽ കയറില്ലെങ്കിൽ എന്തു ചെയ്യും? നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലേ വേണ്ട, എൻ്റെ കുഞ്ഞാണ്, എനിക്ക് വിശ്വാസമുണ്ട്. യുവതി കയർക്കുന്നുണ്ട്. ചുറ്റുമുള്ള യാത്രക്കാർ യുവതിയുടെ ഉയർന്ന സ്വരം കേട്ടിട്ടാവണം അവരെ ഉറ്റുനോക്കുന്നു. ഏതായാലും ആ യുവാവ് നിശബ്ദനായി. ആണുങ്ങളോട് കയർക്കും പോലെ ഭാര്യയോട് അയാൾക്കാവില്ലല്ലോ. അത് ഐറ്റം മാറിയില്ലേ. വണ്ടി കോയമ്പത്തൂരിനോടടുത്തു. പോത്തന്നൂർ സ്റ്റേഷനിൽ സിഗ്നലിലാണ്. ഞങ്ങൾ ഇറങ്ങുവാൻ തയ്യാറെടുത്തു. അയ്യേച്ചേ! പെട്ടെന്ന് സദാനന്ദൻ്റെ വല്ലാത്തൊരു ശബ്ദം ഞങ്ങളൊന്നും ഞെട്ടി. എന്താ, എന്തു പറ്റി? ഞാൻ ചോദിച്ചു. ഒന്നും മറുപടി പറയാതെ സദാനന്ദൻ പതിയെ മടിയിൽ നിന്നും ബാഗെടുത്ത് തറയിൽ വെച്ചു. പിന്നെ കുഞ്ഞിൻ്റെ പാദഭാഗം മെല്ലെ ഉയർത്തി ഞങ്ങളെ ദയനീയമായി നോക്കി. സദാനന്ദൻ്റെ മടിഭാഗം മൊത്തം നനഞ്ഞിരിക്കുന്നു. കുട്ടി പണി പറ്റിച്ചു. വർഗീസ് മുരണ്ടു. ആകെ അയ്യത്തട എന്ന ഭാവത്തിൽ കുഞ്ഞിൻ്റെ അച്ഛനമ്മമാർ. യുവാവ് കുഞ്ഞിനെ പെട്ടെന്നെടുത്തു. സദാനന്ദൻ എഴുന്നേറ്റു. മൂത്രം നനഞ്ഞത് പരിശോധിച്ചു. ആകെ നാശമായി എന്നുറപ്പ്. ചേട്ടാ സോറി ട്ടോ. അച്ഛൻ ക്ഷമ ചോദിച്ചു. ചേട്ടാ വെരി വെരി സോറി. അമ്മയും. ഞാൻ എന്താ ചെയ്യുക, അതാണ് മനസ്സിലാവാത്തത്. എന്ത് പറയണമെന്നറിയാതെ ഞങ്ങൾ കുഴങ്ങി. തിരക്കിനിടയിൽ ഡയപ്പർ ഇടിക്കാൻ വിട്ടുപോയി, അതാ. യുവതി തുടർന്നു. സദാനന്ദൻ ഒന്നും പ്രതികരിക്കാനാകാതെ വിഷമിച്ച് നിൽക്കുകയാണ്. വണ്ടി കോയമ്പത്തൂർ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലേക്ക് ഇതിനകം പ്രവേശിച്ചിരിക്കുന്നു. കുഞ്ഞിനെ എടുത്ത് യുവാവും ബാഗെടുത്ത് യുവതിയും ഇറങ്ങാൻ തയ്യാറായി. എന്തോ ഓർത്തിട്ടെന്ന പോലെ യുവാവ് സദാനന്ദൻ്റെ അടുത്തേക്ക് വീണ്ടും നീങ്ങിയെത്തി. ചേട്ടാ, ഇനി സോറി പറയാനേ ഞങ്ങൾക്കാകൂ. പക്ഷേ ഇത് ചേട്ടനൊരു പാഠമാണ്. എന്താണ് ഇയാൾ പറഞ്ഞു വരുന്നതെന്നറിയാതെ സദാനന്ദൻ ഞങ്ങളെ മിഴിച്ചു നോക്കി. കൂടെ ഞങ്ങൾ അയാളെയും. ഈ ജപിച്ച ചരടിന് കുഞ്ഞിൻ്റെ മൂത്രത്തിൽ നിന്ന് പോലും ചേട്ടനെ രക്ഷിക്കാനായില്ല. ആലോചിച്ച് നോക്കണം. അപ്പോൾ ശരി, ഇറങ്ങട്ടെ. തരിച്ചു നിൽക്കുന്ന സദാനന്ദനോട് പോണ പോക്കിൽ ഒരു കാര്യം കൂടി അയാൾ പറഞ്ഞു. എന്തൊക്കെ ആയാലും ഉണ്ണിമൂത്രം പുണ്യാഹം എന്ന് കേട്ടിട്ടില്ലേ? അത് സത്യമാണ് കേട്ടോ. അത് വെറും വിശ്വാസമൊന്നുമല്ല. കഥ ഇവിടെ തീരുകയാണ്. നമസ്കാരം.